മുമ്പ് വേറെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ട് BIM പഠിച്ച ഒരു സ്റ്റുഡൻറ്റ് നമ്മളുടെ BIM കോഴ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. സോ വൈ? ഇതെല്ലാം ആൻസർ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. എന്തുകൊണ്ടാണ് നമ്മളുടെ BIM കോഴ്സ് ബാക്കിയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിലെ BIM കോഴ്സിനേക്കാളും സെപ്പറേറ്റ് ആയിട്ട് അല്ലെങ്കിൽ യൂണീക്ക് ആയിട്ട് നിൽക്കുന്നത്? ഇതിനുള്ള ആൻസറാണ് ഞാൻ എന്ന് പറയുന്നത്. യൂഷ്വലി പല BIM ഇൻസ്റ്റിറ്റ്യൂട്ട്സിലും അവർ പഠിപ്പിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഡിഫറെൻറ്റ് സോഫ്റ്റ്വെയർസിൻ്റെ ടൂൾസ് ആണ്. സോ ഈ ടൂൾസ് നമ്മൾ പഠിക്കുമ്പോഴുള്ള ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ വി നോ ദാറ്റ് ടൂൾസ്. ഓക്കെ, എന്താണ് എങ്ങനെയാണ് ആ ടൂൾസ് ഉപയോഗിക്കുക എന്നുള്ളത് നമുക്കറിയായിരിക്കും. ബട്ട് നമ്മളുടെ ഒരു USP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയൊക്കെ എങ്ങനെയൊക്കെ ആ ടൂൾസ് ഉപയോഗിക്കുക എന്നുള്ളതാണ്. അതാണ് നമ്മൾ പഠിച്ചെടുക്കണം. ദാറ്റ് മീൻസ് ഒരു റിയൽ പ്രോജക്റ്റിൽ ഈ ടൂൾസ് വെച്ചിട്ട് എങ്ങനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും, എങ്ങനെ കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാൻ പറ്റും, ഈ കാര്യങ്ങളാണ് നമ്മളുടെ കോഴ്സിൽ നമ്മൾ സ്റ്റുഡൻസിനെ പഠിപ്പിച്ചു കൊടുക്കുന്നത്. സോ ഇതിന് നമ്മൾ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത് ലെവൽ 1 പ്രൊഫഷൻസി, ലെവൽ 2 പ്രൊഫഷൻസി എന്നുള്ള രീതിയിലാണ്. വാട്ട് വി ആർ എക്സ്പെക്ടിങ് ഫ്രം ദ സ്റ്റുഡൻസ്, നമ്മളുടെ സ്റ്റുഡൻസ് എപ്പോഴും ലെവൽ 2 പ്രൊഫഷൻസിയിലേക്ക് എത്തണം എന്നുള്ളതാണ്. ലെവൽ 1 എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള ഡിഫറെൻറ്റ് സോഫ്റ്റ്വെയർസ് അല്ലെങ്കിൽ BIM-ലുള്ള സോഫ്റ്റ്വെയർസിൻ്റെ ടൂൾസ് പഠിച്ചെടുക്കുക എന്നുള്ളതാണ്. ദാറ്റ് മീൻസ് ലേണിംഗ്. അവർ പഠിക്കും ഈ ടൂൾ ഇവിടെയാണ് ഉപയോഗിക്കേണ്ടത്, ഈ ടൂൾ ഇവിടെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ പഠിക്കും. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇത് എവിടെയൊക്കെ യൂസ് ചെയ്യണം, എങ്ങനെ യൂസ് ചെയ്യാമെന്ന് മാത്രമല്ല എവിടെയൊക്കെ യൂസ് ചെയ്യണം. ഇതിനെയാണ് നമ്മൾ ലെവൽ 2 പ്രൊഫഷൻസി എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് അവർ ലേൺ ചെയ്തിട്ടുള്ള ടൂൾസുകൾ വെച്ചിട്ട് അവരൊരു റിയൽ പ്രൊജക്റ്റിലേക്ക് ഇൻവോൾവ് ആവണം. ഓക്കെ, സോ ഈ റിയൽ പ്രൊജക്റ്റിലേക്ക് ഇൻവോൾവ് ചെയ്യുമ്പോൾ ഈ പ്രൊജക്റ്റിൽ ഈ ഒരു സ്ഥലത്ത് എനിക്ക് ഈ ടൂൾ ഉപയോഗിക്കണം, എവിടെ, എങ്ങനെ, ഈ കാര്യങ്ങൾ പഠിക്കുമ്പോഴാണ് അവരൊരു റിയൽ പ്രൊഫഷണലായിട്ട് മാറുക. സോ ഈ പ്രൊഫഷണൽസിനെയാണ് നമ്മൾ ലെവൽ 2 പ്രൊഫഷൻസി എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ആൾക്കാരെയാണ് മാർക്കറ്റിൽ കമ്പനീസിന് ആവശ്യം. ആൻഡ് വൺ മോർ തിങ്, നമ്മൾ പഠിപ്പിക്കുന്ന ഫാക്കൽറ്റീസ് എന്ന് പറയുന്നത് വർക്കിംഗ് പ്രൊഫഷണൽസ് ആണ്. ദേ നോ കറന്റ് സിറ്റുവേഷനിൽ മാർക്കറ്റിൽ എന്തൊക്കെ വേണം, ഏതൊക്കെ പ്രൊജക്റ്റിൽ കൊടുത്തു കഴിഞ്ഞാലാണ് അവർക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുള്ളൂ, എന്തൊക്കെ ചലഞ്ചസ് ആണ് അവർ ഓവർകം ചെയ്യേണ്ടത്. ഈ കാര്യങ്ങൾ കൂടി ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടാണ് നമ്മളുടെ BIM കോഴ്സ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് നമ്മുടെ സ്റ്റുഡൻസ് ആർ വെരി മച്ച് ഹാപ്പി ആൻഡ് ദേ ആർ ഗെറ്റിംഗ് ജോബ്സ്. ദിസ് ഈസ് അവർ USP ആൻഡ് വി വിൽ കണ്ടിന്യൂ ദിസ്.